അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് 25% താരിഫ് വർധനവ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് സർക്കാർ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞയാഴ്ച അമേരിക്കയിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഈ സംഭവവികാസം. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഈ നികുതി വർധനവ് ഇന്ത്യൻ കമ്പനികളെ ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയുടെ ഈ നടപടി വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിനും അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്നിവയ്ക്കുള്ള മേഖലാ താരിഫ് 25% വർദ്ധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അമേരിക്കയുടെ ഈ നിരക്ക് വർധനവ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ എങ്ങനെയാകും ബാധിക്കുന്നതെന്ന ആശങ്ക പലർക്കുമുണ്ട്. അതേസമയം അമേരിക്കയിൽ പ്ലാന്റുകളുള്ള ഫാർമ കമ്പനികൾക്ക് താരിഫ് ബാധകമല്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അമേരിക്കയിലേക്കുള്ള മരുന്ന് കയറ്റുമതിയിൽ മുൻ വർഷത്തേക്കാൾ 16% വർധനവ് ഈ വർഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള മരുന്ന് കയറ്റുമതി $8.73 ബില്യൺ ആയിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ താരിഫ് വർധനവ് മരുന്ന് നിർമ്മാതാക്കളുടെ ലാഭം കുറയ്ക്കുമെന്നും ഇന്ത്യൻ ജനറിക്സിന്റെ മത്സരം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് സർക്കാർ പിന്തുണയുള്ള വ്യാപാര സംഘടനയായ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ US-ലേക്കുള്ള ഇന്ത്യൻ ഫാർമ കയറ്റുമതിയെ താരിഫ് നയങ്ങൾ ബാധിക്കില്ലെന്നാണ് സൺ ഫാർമ മാനേജിംഗ് ഡയറക്ടർ ദിലീപ് ഷാങ്വി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണ ചെലവ് നിയന്ത്രിക്കുന്നതിൽ US-നെ സഹായിക്കുന്നതിൽ ഇന്ത്യൻ ഫാർമ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പ്രധാന പങ്കിനെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഞങ്ങൾ US-ന് വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ US ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ആവശ്യകതയാണ്. അതവരുടെ ആരോഗ്യ സംരക്ഷണ ചെലവുകൾ നിയന്ത്രിക്കുന്നതാണ്. അതിനാൽ ചില ഉൽപ്പന്നങ്ങളെ താരിഫുകളുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് ഷാങ്വി പറഞ്ഞത്. ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് US സർക്കാർ ഇതുവരെ പ്രത്യേക താരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉരുക്കിറക്കുമതിക്ക് 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചിരുന്നെങ്കിലും ഇന്ത്യയുടെ മയക്കുമരുന്ന് വ്യവസായം ദീർഘകാലാടിസ്ഥാനത്തിൽ സ്ഥിരതയോടെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഷാങ്വി പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ട്രംപും മോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി ഉഭയകക്ഷി ബന്ധങ്ങളും ചർച്ച ചെയ്തിരുന്നു. 2030 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ ഉയർത്താനാണ് ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായത്. ഇത് നിലവിലുള്ളതിന്റെ ഇരട്ടിയിലധികം വരും. നിലവിലുള്ള തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം 2025 ശരത്കാലത്തോടെ യാഥാർത്ഥ്യമാക്കുമെന്നാണ് അന്ന് ഇരു രാജ്യങ്ങളും പ്രതിജ്ഞ ചെയ്തിരുന്നത്. അമേരിക്കൻ നിർമ്മിത മരുന്നുകൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ താരിഫ് പിൻവലിച്ചാൽ ഇന്ത്യൻ ഫാർമ വ്യവസായത്തിന് പ്രതികാര താരിഫ് ചുമത്തുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അമേരിക്കൻ രോഗികൾക്ക് ജനറിക് മരുന്നുകളുടെ ഏകദേശം 47% ഇന്ത്യ വിതരണം ചെയ്യുന്നുണ്ടെന്നും രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ ലാഭത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.